إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ, തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതറിയിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന ഇബാദുർ റഹ്മാനികളിൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുകളിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. കഴിഞ്ഞ ഖുതുബകളിൽ തഖ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചു വന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്തായി എടുത്തു പറഞ്ഞ കാര്യമാണ് സൂറത്തു നിസാഇൽ 131-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്കും നിങ്ങളോടും അല്ലാഹുവിന്റെ വസിയത്താണ് തഖ്വയോടുകൂടി ജീവിക്കുക എന്നത്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും എല്ലാം കാണുന്നവനായ ഒരു റബ്ബുണ്ട് എന്ന ചിന്തയോടുകൂടി രഹസ്യത്തെയും പരസ്യത്തെയും ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും മനോഹരമായ രൂപത്തിൽ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, റബ്ബിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ വസിയത്തിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു മുഅ്മിനിന് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉടനീളം അതിന്റെ ഫവായിദകൾ, നേട്ടങ്ങൾ
അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങളെ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായി നാം ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ നാം നിസ്കരിക്കുന്ന നിസ്കാരം, ഇനി റമദാൻ വരാനിരിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത്, നോമ്പെടുക്കുന്നത്, സ്വതക്ക ചെയ്യുന്നത്, വലിയ സാമ്പത്തിക ചിലവുകൾ വഹിച്ചുകൊണ്ട് നമ്മൾ ഉംറയ്ക്കും ഹജ്ജിനുമെല്ലാം പോകുന്നത്, ഇതെല്ലാം റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? അടിസ്ഥാനപരമായി തഖ്വ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുമ്പോൾ അതിൽ ബലികർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറഞ്ഞു. ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ആ ബലികർമ്മത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യനാലുല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻഹും. നിങ്ങളിൽ നിന്ന് നിങ്ങൾ അറുക്കുന്ന ആ ഉരുവിന്റെ മാംസമോ ആ ഉരുവിന്റെ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് ഉയരുന്നത്. അള്ളാഹുവിന് അതിന്റെ ആവശ്യവുമില്ല. മറിച്ചെന്താണ് റബ്ബിലേക്ക് ഉയരുന്നത്? വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങളിൽ നിന്ന് ആ സൂക്ഷ്മത ബോധമാണ് അള്ളാഹുവിലേക്ക് ഉയരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഒരുപാട് മസലകൾ ചർച്ച ചെയ്ത പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ, നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ, നാം നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം റബ്ബിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സാദ്യം ശുദ്ധിയായിരിക്കണം. നമ്മുടെ മനസ്സിൽ തഖ്വയുള്ള ഒരു മനസ്സായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ജീവിതത്തെ നല്ല രൂപത്തിൽ ക്രമീകരിക്കുന്ന തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ നന്മകൾ മാത്രമാണ് റബ്ബിലേക്ക് ഉയരുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായി നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയരണമെങ്കിൽ അത് തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഉയരുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വ പാലിച്ചാലോ സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടോ, നമ്മുടെ എല്ലാ നിയ്യത്തുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലാർഹമാക്കി സ്വീകരിക്കുകയും തന്നെ ചെയ്യും എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. രണ്ടാമത്തേതെന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ ആദരിക്കുന്നതാണ്. ഒരുപക്ഷെ നാട്ടിലൊക്കെ വലിയ വിലയുള്ള ആളൊന്നായിരിക്കില്ല, വലിയ പ്രൗഢിയോ വലിയ സമ്പത്തോ ഒന്നും ഉണ്ടായിരിക്കില്ല. ചെറിയ ചെറ്റക്കുടിലായിരിക്കും താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു കൃഷിയെടുത്ത് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായിക്കൊണ്ട് ആളുകൾ കാണുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അവരിൽ തഖ്വയുണ്ടെങ്കിലോ, അവരിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവരാണ് ആദരണീയൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇന്ന അക്രമക്കും, തീർച്ചയായും അവിടെ ഉറപ്പിച്ച് പറയും. ഇന്ന എന്ന് പറഞ്ഞ തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിക്കാൻ വേണ്ടി പറയാൻ. ഇന്ന അക്രമക്കും, നിങ്ങളിൽ ആദരണീയർ ആരാണ്? തീർച്ചയായും അവർ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ആദരണീയരായ ആളുകൾ ആരാണ്? അത്ഖാക്കും, തഖ്വയോടുകൂടി ജീവിച്ചവർ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതുകൊണ്ട് ആളുകളുടെ പ്രൗഢിയോ അവർ ധരിച്ച വസ്ത്രമോ അവരുടെ സാമ്പത്തികമായ മേൽക്കോയ്മയോ ഒന്നുമല്ല അള്ളാഹു പരിഗണിക്കുന്നത് അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന തഖ്വയാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ആദരണീയനാകണോ, നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകണം. മൂന്നാമത്തത് ദുനിയാവിലെ വിഷയങ്ങൾ. നമ്മുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. നാം ജീവിതത്തിൽ ഓരോ ദിവസവും തള്ളി നീങ്ങുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എളുപ്പമാക്കി കൊടുക്കും. ആർക്കെന്നറിയോ? വിശ്വസിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്നവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അല്ലാഹു പറയാണ്, ഒരു മനുഷ്യൻ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും. മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങൾ എളുപ്പമാകും. അവർക്ക് പറയും എന്തെല്ലാം കഷ്ടപ്പാടാണ് ജീവിതത്തിൽ, എന്തെല്ലാം പ്രയാസമാണ്. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പ്രത്യേകമായ എളുപ്പം നൽകുന്നതാണ്. ജോലിയിൽ, പ്രസവത്തിൽ, അതുപോലെ കച്ചവടത്തിൽ, അവന്റെ ജീവിത മാർഗങ്ങളിൽ, ഇന്റർവ്യൂകളിൽ പല രൂപത്തിലുള്ള ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നവരാണ് നമ്മൾ. അവിടെ എല്ലാം ഒരു പോം വഴി, ഒരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളിൽ എളുപ്പം നൽകുന്നതാണ്. നമ്മൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ റബ്ബിന്റെ സഹായം നമുക്ക് വന്നെത്തുമെന്നാണ്. അതിനെന്തു വേണം?
തഖ്വയോടുകൂടി ജീവിക്കണം. നാലാമത്തത്, നമ്മുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, അവിടെയെല്ലാം അല്ലാഹുവിന്റെ ഒരു തുറവി നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആനിൽ കാണാം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അവന്റെ എക്സിറ്റ്, ഒരു പോംവഴി അവന് കൊടുക്കും. നമ്മളൊരു വഴിക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്, ആ വഴിയിൽ നമുക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അതിൽ അവന് ഹൈറുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ തടസ്സങ്ങളെ നീക്കി കൊടുക്കുന്ന, അവന്റെ പ്രതിസന്ധികളെ മാറ്റിക്കൊടുക്കുന്ന, അവന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അവന് മാറ്റിക്കൊടുക്കും. ആർക്ക്? തഖ്വയോടുകൂടി ജീവിക്കുന്നയാൾക്ക്. ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ നേരെ വിപരീത അർത്ഥമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിന്, ഒരു വിഷയം പറയുമ്പോൾ അതിന് രണ്ട് തലങ്ങളുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്ത ഒരാൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു തുറവി കൊടുക്കും എന്നതുപോലെ തന്നെ റബ്ബിനെ ഭയപ്പെടാതെ തോന്നിയതുപോലെ തന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നവന് അല്ലാഹു കുടുസത കൊടുക്കുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ കുടുസതയുണ്ടാകും, നന്മകൾക്ക് തടസ്സമുണ്ടാകും, അവന്റെ ഹൈറുകൾ തടയപ്പെടും. എങ്ങനെ? തഖ്വയില്ലാതെ തിന്മകളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അത്തരം പ്രതിസന്ധികൾ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന, തൗഫീഖ് നൽകാതെ അല്ലാഹു ഖിദ്ലാനിലാക്കി കൊടുക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ തഖ്വ ജീവിതത്തിൽ അനിവാര്യമാണ്. അല്ലാഹു നൽകുന്ന വമ്പിച്ച ഓഫറുകളുണ്ട്, വമ്പിച്ചതായ പ്രതിഫലങ്ങൾ അതിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാനുണ്ട്. നാം ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ വഴികൾ, നാം തീരുമാനിക്കുന്ന നമ്മുടെ തീരുമാനങ്ങളിൽ അല്ലാഹു അതിൽ ബറക്കത്ത് നൽകുകയും അതിൽ എളുപ്പം നൽകുകയും അതിനൊരു പോംവഴി നൽകുകയും ചെയ്യുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഒരു സ്വഹാബിക്ക് നൽകുന്ന യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിക്ക് നൽകുന്ന ഉപദേശത്തിൽ കാണാം, ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക്, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. വീണ്ടും അതേ വാചകം പറഞ്ഞു, ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക, നീ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്ക്. നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ വിഷമങ്ങളിൽ, നിന്റെ എല്ലാവിധ കഷ്ടപ്പാടുകളിലും നിന്റെ റബ്ബിനെ സഹായിയായിക്കൊണ്ട് നിന്റെ മുമ്പിൽ കാണാൻ സാധിക്കുന്ന വമ്പിച്ചതായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി സൂക്ഷ്മതാ ബോധത്തോടുകൂടി ജീവിക്കുന്ന സ്വസ്ഥതയും സമാധാനവും നമുക്ക് നൽകുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു തിന്മ മനസ്സിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് നിർഭയത്വമാണുള്ളത്, എന്ത് നിർഭയത്വം. ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, അതിനുവേണ്ടി പോകുന്നു, അതിന് എന്തെല്ലാം ടെൻഷനുകൾ അനുഭവിക്കുന്നു, എന്തെല്ലാം ആളുകളിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ആളുകൾ പിടിച്ചു കഴിഞ്ഞാലോ, പിന്നെ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ അവിടെയെല്ലാം അല്ലാഹുവിന്റെ ഈ ഒരു വസിയത്ത് വളരെ പ്രധാനപ്പെട്ട വസിയത്താണ്. ഇത് വ്യഭിചാരം എന്നത് മാത്രമല്ല, ഏതൊരു തിന്മയാണെങ്കിലും, ഏതൊരു നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുന്ന തിന്മയാണെങ്കിലും ആ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖുകൾക്ക് തടസ്സമുണ്ടാവുകയും അവന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, നന്മകൾക്ക് തടസ്സം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അഞ്ചാമത്തെ കാര്യം എന്ന് പറയൂ, നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. പലരും ഗൾഫിലാണ്. എന്തിനാണ് ഗൾഫിൽ പോയി കിടക്കുന്നത്? എന്റെ വീടും കുടുംബവും ഇവിടെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഇവിടെ തൽക്കാലം നിർത്തി ഒരു മറ്റൊരു രാജ്യത്തിലേക്ക് പോയി അവിടെ കഷ്ടപ്പെട്ട് കുടുംബവുമില്ല, കുട്ടികളുമില്ല, സന്തോഷമില്ലാതെ അവന്റെ സമ്പാദ്യത്തിന് വേണ്ടി മുഴുകുന്നത് എന്തിനു വേണ്ടി? ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വീട് വെക്കാനാണ്, മക്കളെ നല്ല രൂപത്തിൽ കെട്ടിക്കാനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു അറിയോ, ആരെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ യജഅൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞതോടൊപ്പം പറഞ്ഞു വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. ഒരു പ്രതിസന്ധിയുണ്ട്, സാമ്പത്തികമായ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, പക്ഷെ അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവനെ സമ്പത്ത് എത്തിച്ചു കൊടുക്കുന്നു. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത, കണക്കാക്കാത്ത രൂപത്തിൽ അവന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള റിസ്ക് അല്ലാഹു അവന് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന്റെ പ്രതിസന്ധികളിൽ അല്ലാഹു അതിനൊരു പോംവഴി നൽകുകയും അതിൽ യർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത രൂപത്തിൽ, പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവനവന്റെ ആ ഒരു കാര്യനിർവഹണത്തിനുള്ള എല്ലാവിധ റിസ്കുകളും നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആയത്തിന്റെ വാക്യം എന്നറിയോ, വമൻ യതവക്കൽ അലല്ലാഹി
വഹുവ ഹസ്ബുഹു. ആരെങ്കിലും റബ്ബിനെ തവക്കുലേൽപ്പിച്ചാൽ, റബ്ബിൽ അവന്റെ കാര്യങ്ങളെ ബലമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മദീന, അല്ലാഹ് മദീന, പിന്നെ ആളെയും ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഒരാളെ ആശ്രയിച്ചു എന്നതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടാവുകയില്ല. എന്നെല്ലാം ആളുകൾ ഏതെല്ലാം മാർഗത്തിലൂടെ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ആശ്രയിക്കുകയാണ്. നൂലുകളിൽ, അതുപോലെ ചരടുകളിൽ, ഏനസുകളിൽ, മന്ത്രങ്ങളിൽ, ഖബറുകളിൽ, ഇങ്ങനെ തുടങ്ങി അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക് ആളുകൾ നീങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രതിസന്ധി മാറാൻ, ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ ആദ്യം ചില ആളുകൾ ഒരു ബൈക്ക് വാങ്ങും. അന്ധവിശ്വാസമുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ നേരെ പോകുന്നത് ഖബറിന്റെ അടുക്കിലേക്ക്. ആ ഖബറിൽ നിന്ന് ഒരു പട്ടു വാങ്ങും, എന്നിട്ട് ബൈക്കിൽ കെട്ടും. എന്തിന്? ആക്സിഡന്റ് ഉണ്ടാവാതെ. ഇവിടെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും റബ്ബിൽ തവക്കുലേൽപ്പിച്ചാൽ അവൻ അല്ലാഹ് മതിയാണ്. പക്ഷെ ഇവിടെ തഖ്വയുമില്ല, തവക്കുലുമില്ലാത്ത രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാലോ അവന് നിർഭയത ഉണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആറാമത്തെന്ന് പറയോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ വേണ്ടത് ബറക്കത്താണ്. ചില ആളുകൾ പറയും സമയം എങ്ങനെ പോകുന്നു എന്നറിയില്ല, സമ്പത്ത് ഒരുപാട് സമ്പാദിക്കുന്നു, പക്ഷെ എങ്ങനെ തീർന്നു പോകുന്നു എന്നറിയില്ല, ഉണ്ടാക്കുന്നതെല്ലാം തീർന്നു പോകുന്നു. ഇതെന്താണെയോ, ഇത് ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. ബറക്കത്തില്ലായ്മയാണ്. കിട്ടുന്ന സമ്പത്തിലോ അവൻ ആസ്വദിക്കുന്ന സമയങ്ങളിലോ അവന് കിട്ടുന്ന എല്ലാവർക്കും 24 മണിക്കൂറാണ് കിട്ടുന്നത്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പക്ഷെ ചില ആളുകൾ കൂടുതൽ നന്മകൾ ചെയ്യാനും കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരങ്ങൾ ലഭിക്കുന്നു. കിട്ടുന്നത് 24 മണിക്കൂർ തന്നെ. പക്ഷെ ചില ആളുകൾക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആകെ ഒരു മടുപ്പ്, അതുപോലെ തന്നെ ഒന്നും ചെയ്യാനൊരു മനസ്സില്ല, അവന്റെ ജീവിതത്തിൽ സമയം തികയുന്നില്ല എന്ന ചിന്തകളൊക്കെ വരുന്നത് എന്തുകൊണ്ട്? അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നു. എന്ന് വെച്ചാൽ തഖ്വയില്ലാത്ത രൂപത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ ആ ബറക്കത്തിനെ അല്ലാഹു എടുത്തു കളയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തഖ്വയോടുകൂടി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ഇട്ടു തരും. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു പറയുന്നു, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ബറക്കത്ത് ഇട്ടിരുന്നു. അത് പല രൂപത്തിലുള്ള ബറക്കത്തുണ്ട്. ആകാശത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കും. അതിലൂടെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ഉപജീവനവും അതിലൂടെ ലഭിക്കും. അതിനും അപ്പുറം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ സമ്പത്തിൽ, എല്ലാ നിലക്കും, നമ്മുടെ കുടുംബത്തിൽ, ഇങ്ങനെ എല്ലാ നിലക്കും ഒരു ബറക്കത്ത് നമുക്ക് ലഭിക്കണോ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന അധ്യാപനം. ഇങ്ങനെന്നറിയോ, ഏഴാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, നിർഭയത്വവും ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്താ? നമ്മുടെ കുടുംബത്തിൽ വേണ്ടതെന്താ? ശാന്തിയല്ലേ, സമാധാനമല്ലേ? അതിനുവേണ്ടിയല്ലേ പല ആളുകളും പല രൂപത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്, ടൂർ പോകുന്നത്, അല്ലെങ്കിൽ മറ്റു പല സംഘന്മാരെയും സമീപിക്കുന്നത്? സ്വസ്ഥതയില്ല, ശാന്തിയില്ല, എന്തോ ടെൻഷൻ. ചില ആളുകൾ ഇപ്പോൾ കൂടുതലായിക്കൊണ്ട് മറ്റു പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കാൻ. അതിനൊക്കെ എന്താ മാർഗം? എന്നാൽ വിശുദ്ധ ഖുർആനിൽ കൃത്യമായ മാർഗദർശനമുണ്ട്. എന്താണെന്നറിയണ്ടേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തംസസ്കും ഹസനതൻ തസുഉഹും വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫറഹു ബിഹാ വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ശൈഅ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം ആലി ഇംറാനിന്റെ 120-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തഖ്വയോടുകൂടി സൂക്ഷ്മതാ ബോധത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ, ഇനി ആര് എന്തൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ കൈതുകൾ, അവരുടെ തന്ത്രങ്ങളൊന്നും വില പോവുകയില്ല. കാരണം നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തവൻ പടച്ചവൻ, ലോകത്തിന്റെ നിയന്ത്രണവൻ. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തു വേണം? സൂക്ഷ്മത. റബ്ബിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട്, റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. എങ്കിൽ സമാധാനം ഉണ്ടാകും. ഇല്ലെങ്കിലോ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാതെ റബ്ബിനെ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും, പ്രയാസമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. കുടുംബത്തിലും സമൂഹത്തിലും താൻ ഇടപെടുന്ന മേഖലകളിലെല്ലാം
പ്രശ്നങ്ങൾ മാത്രമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. എട്ടാമതെന്നറിയോ, നമ്മൾ ചെയ്ത പാപങ്ങൾ. നമ്മള് ആരും പാപമുക്തരല്ല. നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു നൽകുമെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത്. മായ്ച്ചു നൽകുമെന്ന് പറഞ്ഞ മാത്രമല്ല, അതിനെ പുറത്തു നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. നിങ്ങൾക്ക് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മാന്യമായ രൂപത്തിലുള്ള ഒരു ഫുർഖാൻ, ഒരു സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേക ബുദ്ധി നിങ്ങൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഫറ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പറയോ? കഫറ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി കൊണ്ട് ഒരു വിത്തിനെ ഭൂമിയിൽ ഒളിപ്പിച്ചിടുന്നതിനാണ് കഫറ എന്ന് പറയാം. ഒരു കർഷകൻ കാഫിറാണ് ഭാഷാപരമായി. അപ്പോൾ ആ വിത്തിനെ ഒളിപ്പിച്ചിടുന്നു എന്നതുകൊണ്ട് അതിനെ കഫറ എന്ന് പറയും. അതുപോലെ തന്നെ മത്സ്യങ്ങളെ സമുദ്രം ഒളിപ്പിച്ചു വെക്കുന്നു എന്നതുകൊണ്ട് അതിനെയും കഫറ എന്ന് പറയും. അങ്ങനെ ഭാഷാപരമായി ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് യുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? നാളെ പരലോകത്ത് മഹ്ശറയിൽ നാം ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ അതെല്ലാം ഒരു LED കാണുന്നത് പോലെ, നമ്മൾ TV കാണുന്നു, മൊബൈൽ സ്ക്രീനിൽ കാണുന്നു, അതുപോലെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാ ആളുകൾക്ക് മുമ്പിലും പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് നാം ചെയ്ത തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുമെന്ന് മാത്രമല്ല, ആയത്തിന്റെ ബാക്കി എന്താ? വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. നിങ്ങളുടെ ആ പാപങ്ങളെ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. മറച്ചു വെക്കുക മാത്രമല്ല, പുറത്തു തരിക ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല, വമ്പിച്ചതായ പ്രതിഫലം, നിസ്സാര പ്രതിഫലം, വമ്പിച്ചതായ പ്രതിഫലമാണ് നമുക്ക് വരാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് വമൻ യത്തഖില്ലാഹ യുകഫിർ അൻകും സയ്യിആതികും വയഅ്ളിമു ലഹു അജ്റ. അല്ലാഹു പറയുന്നത് ഏറ്റവും വമ്പിച്ച പ്രതിഫലം, ഇരട്ടിച്ച പ്രതിഫലം തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് ലഭിക്കും. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? തഖ്വയില്ലാതെ ജീവിക്കുന്ന നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ആ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വേസ്റ്റാണ്. അതേസമയം തഖ്വയോടുകൂടി ഒരാൾ ജീവിച്ചാലോ ഈമാനിന്റെ തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിൽ തന്നെ നിസ്കാരത്തിന്റെ ഓഹരി വെച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 27 ഇരട്ടി പ്രതിഫലമെന്നാണ്. അതിൽ തന്നെയും ചിലർ 10 10, ചിലർ 10 8 അങ്ങനെയുള്ള പ്രതിഫലങ്ങളിൽ ഏറ്റവ്യത്യാസങ്ങൾ വരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എങ്കിൽ ഏറ്റവും നല്ല തഖ്വയോടുകൂടി നിസ്കാരത്തിനെ സമീപിക്കുന്നവർ, മറ്റു ഇബാദത്തുകളിൽ സമീപിക്കുന്നവർ, അവർക്ക് ഇരട്ടിച്ച പ്രതിഫലമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് സൗമ്യവാസികളായി ജീവിച്ചിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ഈ ഒരു ജുമാ മാസം പങ്കെടുത്തുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. മറിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് ലിബറലിസം വെടിഞ്ഞ് ഈ ആധുനിക ചിന്തകളിലെ ചില തോന്നിവാസങ്ങളെന്ന പുരോഗമനവാദങ്ങളെ വെടിഞ്ഞ് ഇസ്ലാം പറയുന്ന ആ ഒരു അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ, ഇബാദത്തുകളിൽ ശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തഖ്വ കാരണത്താൽ നമുക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. 10-ാമതെന്നറിയോ, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, അവർക്ക് നരകത്തിന്റെ ഒരു സ്പർശനം പോലും പറ്റുകയില്ല എന്ന് സൂറത്തു സുമറിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. തീർന്നില്ല, 12-ാമത്തത് സ്വർഗ്ഗപ്രവേശനം ലഭിക്കും. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഈ മരണം കഴിഞ്ഞ്, മരണാനന്തര ജീവിതം കഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്രയിൽ സ്വർഗമെന്ന പ്രവിശാലമായ അനുഗ്രഹത്തിന്റെ പറുദീസയിലേക്ക് പ്രവേശിക്കണമെന്നാണ്. ആ സ്വർഗം ആർക്കേ കിട്ടുള്ളൂ? തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അത് ആ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ കയറുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. അല്ലാഹു പറയാണ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗ്ഗത്തോപ്പിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ധൃതിപ്പെടുന്ന, നിങ്ങൾ മത്സരിക്കൂ. സാബിഖുൽ ഖൈറാത്ത് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അവർ നന്മയിൽ മുൻകടന്നവരും
അങ്ങനെ മുൻകടന്നുകൊണ്ട് നന്മയുടെ വിഷയത്തിൽ ധൃതി കാണിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വിഷയത്തിൽ താല്പര്യരായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ തഖ്വയോടുകൂടി കൊണ്ടുപോകാൻ നടക്കാൻ നമുക്ക് സാധിക്കണം. 12-ാമത്തെന്നറിയോ, ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ പറയപ്പെട്ട തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെ ജയിച്ചവനാണ്, അല്ലേ? ഏറ്റവും വലിയ വിജയം എന്താ? ഏറ്റവും വലിയ വിജയം എന്നത് അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തു വേണമെന്നാണ് പറഞ്ഞത്? തഖ്വ വേണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ അല്ലാഹു പറയാണ്, ഇന്നൽ മുത്തഖീന മഫാസ, അവരായിരിക്കുന്നു വിജയിച്ചവൻ. ആരാ? തഖ്വയുള്ളവൻ. തഖ്വയുള്ള ആളുകൾ മാത്രമേ സഹോദരന്മാരെ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാക്കി തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലാർഹമായ പരലോകത്തിൽ രക്ഷപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് തഖ്വ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أما بعد, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മളിപ്പോൾ നിലകൊണ്ടി നിൽക്കുന്ന ഈ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട ഒരു മാസം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് 12 മാസങ്ങളാണ്. ഫീ കിതാബില്ലാഹി യൗമ ഖൽഖസ് സമാവാതി വൽ അർദ്. അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ ആ രൂപത്തിൽ 12 മാസമായി അല്ലാഹു വിഭജിച്ചിട്ടുണ്ട്. എന്നാൽ മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രതയുള്ള മാസമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അങ്ങനെ പറയപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലാണ്, ഏറ്റവും പവിത്രതയേറിയ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ അതിൽ പ്രവേശിച്ചത് മുതൽ ചില വിഭാഗങ്ങളെല്ലാം ഈ മാസത്തിലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് ഹദീസുകളിലോ വിശുദ്ധ ഖുർആനിലോ സ്ഥിരപ്പെടാത്ത പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ പോലും അതിന്റെ ഒരു വീഡിയോ കാണാനിടയായി. ഇന്ന് റജബിന്റെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ അഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ ഇനി അടുത്ത റജബ് 27 വരുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആത്മീയ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ഉസ്താദുമാരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അതിനപ്പുറം ഇല്ലാത്ത നോമ്പുകൾ, ഇല്ലാത്ത നിസ്കാരങ്ങൾ, റഗായിബ് നിസ്കാരം പോലെ റജബിലെ 27ന്റെ നോമ്പ് എന്നറിയപ്പെടുന്ന മിഅ്റാജ് നോമ്പ്, അതുപോലെ തന്നെ റജബിൽ പ്രത്യേകമായ ഉംറ, ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഇറക്കി വിടുന്നുണ്ട്. ഈ നോമ്പിനോ അല്ലെങ്കിൽ റമദാൻ ഈ ഒരു മാസത്തിലെ ഉംറയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നന്മയ്ക്കോ ഒന്നും പുണ്യമില്ല എന്ന് ഒരാളും വാദിക്കുന്നില്ല. മറിച്ച് 27ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് പോയതാണ് എന്ന വിശ്വാസം അത് തെറ്റാണ്. കാരണം 10ലേറെ അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. റമദാനിലാണ് എന്നും റജബിലാണ് എന്നും അല്ല റബീഉൽ അവ്വലിലാണ് എന്നും ഇങ്ങനെ തുടങ്ങി 10ലേറെ അഭിപ്രായങ്ങൾ ആ പ്രവാചകൻ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്രാ മിഅ്റാജ് നടന്നത് എവിടെയാണ്? മക്കയിലാണ്. പ്രവാചകൻ അതിനുശേഷം ഹിജ്റയ്ക്ക് ശേഷം എത്ര വർഷം മദീനയിൽ ജീവിച്ചു? 10 വർഷം മദീനയിൽ ജീവിച്ചു. ആ 10 വർഷം ജീവിച്ചിട്ട് 10 റജബെങ്കിലും ആ പ്രവാചകന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ആ 10 റജബുകളിൽ ഏത് 27ലാണ് പ്രവാചകൻ ഇങ്ങനെ ഒരു നോമ്പെടുക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്?
ഇനി ഒന്നും വേണ്ട, മുഹറം മാസം, ആ മുഹറം മാസത്തിന്റെ 10 നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. മദീനയിൽ എത്തിയപ്പോഴാണ് ജൂതന്മാർ 10 നോമ്പെടുക്കുന്ന ദിവസമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 9 താസൂഇനും നോമ്പെടുക്കും എന്ന് പ്രവാചകൻ പഠിച്ചു. പക്ഷെ പ്രവാചകൻ എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രവാചകന്റെ ആ കൽപ്പന ഉള്ളത് കൊണ്ട്, ആ തീരുമാനമുള്ളത് കൊണ്ട് നമ്മൾ ഇന്നും ആ നോമ്പെടുക്കും. മുഹറമിന്റെ 9ഉം 10ഉം നമ്മൾ നോമ്പെടുക്കും. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രവാചകൻ മാതൃക കാണിക്കാത്ത ഒരു 27ന്റെ അന്ന് പ്രത്യേകത കൽപ്പിച്ച് അതിന് ഇന്ന പ്രതിഫലങ്ങളുണ്ട്, 2 വർഷത്തെ പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുത്തനായി ആചാരമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഇത്തരം വിദഅത്തായ കാര്യങ്ങളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഇല്ലെങ്കിലോ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പ്രവാചകൻ പറഞ്ഞതാണ്, എന്റെ കൽപ്പനയില്ലാത്ത, എന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം സമൂഹത്തിൽ ആരെങ്കിലും കൊണ്ടുവരുന്നോ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറയപ്പെടുന്ന റഗായിബ് നിസ്കാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ 27, അതായത് നാളെയാണ് 27, അന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ നോമ്പ് നോക്കാനിരിക്കാൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നോമ്പ് നോക്കുന്നത് ഒരു പ്രശ്നമില്ല. പക്ഷേ ആ നോമ്പ് ഇസ്രാ മിഅ്റാജിന്റെ നോമ്പാണ് എന്നും അത് റജബ് 27 പ്രത്യേകമായ നോമ്പാണെന്നൊക്കെയുള്ള വിശ്വാസത്തോടു കൂടിയാണ് എടുക്കുന്നതെങ്കിൽ അത് ബിദ്അത്താണ്, അത് തള്ളപ്പെടേണ്ടതാണ്. അത് പുണ്യം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ നാളെ പരലോകത്തെത്തുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ബിദ്അത്തിന്റെ കക്ഷികൾ കടന്നു വരുമ്പോൾ അല്ലാഹു അവർക്കിടയിൽ മറയിടും. പ്രവാചകനിലും ഈ ആളുകളിലും ഇടയിൽ മറയിടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ, അല്ലാഹുവേ, എന്റെ ഉമ്മത്താൻ എന്തിനാണ് മറയിട്ടത്? അല്ലാഹു തിരിച്ചു മറുപടി പറയുന്നത്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. പ്രവാചകൻ, താങ്കൾക്ക് ശേഷം ദീനിൽ ഇസ്ലാമിൽ എന്തെല്ലാം അവർ കടത്തിക്കൂട്ടിയെന്ന് താങ്കൾക്കറിയില്ല. ബിദ്അത്തിന്റെ കക്ഷികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നു. ആ സമയത്ത് പ്രവാചകൻ വീണ്ടും അവരെ ചേർത്ത് പിടിക്കില്ല. പ്രവാചകൻ എന്ത് പറയുന്നറിയോ? സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. എനിക്ക് ശേഷം മതത്തിൽ കടത്തിക്കൂട്ടിയവരെ, മതത്തെ മാറ്റിയെടുത്തവരെ, നിങ്ങൾ വിദൂരത്തിൽ പോകൂ എന്ന് പ്രവാചകൻ പോലും മാറ്റിയകറ്റുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ബിദ്അത്തായ പ്രവർത്തനങ്ങൾ അത് പ്രവാചകന്റെ മാതൃകയില്ല, സഹാബത്തിന്റെ മാതൃകയില്ല, 3 ഉത്തമ തലമുറയിൽ ഇത് കാണാൻ സാധ്യമല്ല എന്നത് മാത്രമല്ല, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞതെന്താ? ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മുഅയ്യൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. തലവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസ് പോലും ഈ റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പിന്റെ വിഷയത്തിലോ നിസ്കാരത്തിന്റെ വിഷയത്തിലോ വന്നിട്ടില്ല. ഇത് വലിയ പണ്ഡിതനാണ്, മുൻകാലങ്ങളിൽ ജീവിച്ചുപോയ പണ്ഡിതനാണ്, എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ പണ്ഡിതൻ പറയാണ്, ഈ റജബ് മാസത്തിലെ പ്രത്യേകമായ നോമ്പിനോ പ്രത്യേകമായ നിസ്കാരത്തിനോ അതിനെ തെളിവിൽ കൊള്ളാവുന്ന, സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസ് പോലും വന്നിട്ടില്ല എന്ന് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ റജബ് മാസത്തിൽ ഇവർ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പിനെ കുറിച്ച്, അതുപോലെ തന്നെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്, ഫഅഹാദിസുഹു കുല്ലുഹാ ദഈഫത്തുൻ. അവർ കൊണ്ടുവരുന്ന ഹദീസുകൾ മുഴുവൻ അത് ദുർബലമായ ഹദീസാണ്. ബൽ മൗദൂ, ദുർബലം മാത്രമല്ല, അതിൽ പലതും മൗദൂആണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സമാനമായ വാചകങ്ങൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. അതായത് ആ നോമ്പിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും, ജുമുഅ ദിവസത്തിൽ പ്രത്യേകമായ നിസ്കാരമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു വരുന്നു. എന്നാൽ ആ നിസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും പറഞ്ഞത് വഹാത്താനി സലാത്താനി ബിദ്അത്താനി മുൻകറത്താനി, അതെല്ലാം പുത്തനാചാരമാണ്, അത് വെറുക്കപ്പെടേണ്ടതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മാതൃകയിലില്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, നബിയോ സഹാബത്തോ പഠിപ്പിക്കാത്ത ഈ പുത്തനാചാരങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം. നോമ്പെടുക്കാം, തിങ്കളും വേടവും നോമ്പെടുക്കുന്നതിൽ ആർക്കും തടസ്സമില്ല, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുപോലെ അയ്യാമിൽ ഇല്ലാന്ന് നോമ്പെടുക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. നോമ്പെടുക്കുന്നതിൽ ഇവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ പ്രത്യേക ദിവസത്തിൽ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രവാചകനോ സഹാബത്തോ മാതൃകയില്ലാത്ത ഒരു നോമ്പെടുക്കുക എന്നത് അത് ദീനിൽ കടത്തിക്കൂട്ടലാണ് എന്ന ഗൗരവമേറിയ വിഷയം നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട്
സത്യം സത്യമായി മനസ്സിലാക്കി ദീനിനെ ശരിയാവണ്ണം ആചരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദറജകളിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.